ഹായ് ഹലോ അസ്സാം വലൈക്കും. സുഖമല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ എനിക്ക് സുഖമാണ്. ഇന്നത്തെ വിഷയം 100 സബ്സ്ക്രൈബേഴ്സായി. 100 സബ്സ്ക്രൈബർ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആദ്യമായിട്ട് ചാനൽ തുടങ്ങുന്നവർക്ക് അല്ലേ, പുതിയ സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ഉള്ളൊരു ഡൗട്ടാണ്, എത്ര സബ്സ്ക്രൈബേഴ്സ് ആയാലാണ് നമുക്ക് ഒരു വരുമാനം കിട്ടുക? യൂട്യൂബ് നമുക്ക് എപ്പോഴാണ് നമുക്ക് അല്ലേ ക്യാഷ് തന്ന് തുടങ്ങുക? നമ്മുടെ അക്കൗണ്ടിലേക്ക് എപ്പോൾ ക്യാഷ് കയറും? എത്ര രൂപ കിട്ടും? എത്ര സബ്സ്ക്രൈബേഴ്സിനാണ് ക്യാഷ് കിട്ടുന്നത്? എത്ര സബ്സ്ക്രൈബർ ആയാലാണ് ക്യാഷ് കിട്ടുന്നത്? എന്നൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ളവരാണ് ആദ്യമായിട്ട് ചാനൽ തുടങ്ങുന്നവർ. ചാനൽ തുടങ്ങാൻ കൂടി എന്ത് ചെയ്യണമെന്ന് അറിയാത്തവരും ഉണ്ട്. അപ്പോൾ അവർക്ക് ചെയ്യേണ്ടുന്ന ഒരു കാര്യം, എൻ്റെ ഈ ചാനലിൽ തന്നെ മുന്നോട്ടുള്ള വീഡിയോസുകളൊക്കെ ഒന്ന് കാണുക. നേരത്തെ ഞാൻ ഇട്ടിരുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾ കാണുക. നിങ്ങൾ ആ വീഡിയോസുകൾ ഫോളോ ചെയ്ത് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതാണ്. അപ്പം ഞാനിപ്പോൾ പറയുന്നത് 100 സബ്സ്ക്രൈബർ ആയാൽ നമുക്ക് എന്ത് കിട്ടും, അല്ലെങ്കിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ആയാലാണ് നമുക്ക് എന്താ പറയുക യൂട്യൂബ് നമുക്ക് ക്യാഷ് തന്ന് ഡോളർ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുക. ഇതൊക്കെയാണ് ഞാൻ അതിനെക്കുറിച്ചൊക്കെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസുകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ഒക്കെയും നല്ല ഭാഷയിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തി സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാ യൂട്യൂബേഴ്സിനെയും എല്ലാവരും ഓരോരോ ഇത് വെച്ചിട്ടാണ് നിൽക്കുന്നത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങോട്ട് കൊടുക്കുന്ന സപ്പോർട്ട് തന്നെ നിങ്ങൾക്ക് തിരികെയും കിട്ടുന്നതായിരിക്കും. അപ്പം ആദ്യമായിട്ട് നിങ്ങൾ ചാനൽ തുടങ്ങിയില്ലേ, നിങ്ങൾക്ക് 100 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി അല്ലേ, തുടങ്ങിയില്ലേ? യൂട്യൂബ് ചാനൽ തുടങ്ങാത്തവർ ഇനിയും ഉണ്ടോ? ഇവിടെ ഉണ്ടോ? വീട്ടിൽ ജോലിയില്ല, വെറുതെ ഇരിക്കുകയാണ്, മൊബൈൽ റീചാർജൊക്കെ ചെയ്തിട്ട് വെറുതെ ഇരുന്ന് എന്താ പറയുക എന്തെങ്കിലുമൊക്കെ കണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുട്ടികളൊക്കെ കണ്ട് കളിച്ച് ആ MB ഒക്കെ തീർത്ത് GB ഒക്കെ തീർത്ത് പോവുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? ഇപ്പോഴും നിങ്ങൾ ഇതുവരെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ലേ? എന്നാൽ നിങ്ങൾ തുടങ്ങണം കേട്ടോ. അത്യാവശ്യം നിങ്ങളൊരു Google ID എടുത്തിട്ട് നിങ്ങളൊരു യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് എൻ്റെ മുന്നോട്ടുള്ള വീഡിയോസുകൾ കണ്ടാൽ നിങ്ങൾക്ക് അതെങ്ങനെയാണെന്ന് അറിയാത്തവർക്ക് അറിയാൻ പറ്റും. നിങ്ങളത് തുടങ്ങുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിലൊരു പ്രയോജനം, എന്താ പറയുക, നിങ്ങൾക്ക് ചിലപ്പം ഹസ്ബൻഡിൻ്റെ ജോലിയുണ്ട്, നിങ്ങൾക്ക് ഹസ്ബൻഡ് ഇട്ടിരുന്ന ക്യാഷ് ഉണ്ട്, നിങ്ങൾക്ക് അതുകൊണ്ട് സുഖമായിട്ട് കഴിയാൻ കഴിയുന്നവരുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരത്തിലൊരു ക്യാഷിൻ്റെ ബുദ്ധിമുട്ടോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എന്നാൽ തന്നെയും വെറുതെ ഇരിക്കുന്ന സമയം നിങ്ങളൊന്ന് ചിലവിട്ടോളൂ. എന്തെങ്കിലുമൊക്കെ നിങ്ങളിലുള്ള കഴിവുകൾ നിങ്ങൾ ആൾക്കാരിലേക്ക് എത്തിച്ചോളൂ. ചില ആളുകൾ ചോദിക്കുന്നതായിട്ടുണ്ട്, ഡ്രസ്സ് അങ്ങനെ എന്തോ സെയിലോ അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്, അതിൻ്റെയാണ് വീഡിയോസ് ഇടുന്നതെന്നൊക്കെ. എന്ത് വീഡിയോസ് ഇട്ടാലും യൂട്യൂബ് ആപ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ അത് പുറത്തിടുക. കുക്കിംഗ് ആണെങ്കിൽ കുക്കിങ്, വീട് ക്ലീനിങ് ആണെങ്കിൽ ക്ലീനിങ്, അതെല്ലാം സമൂഹത്തിന് നല്ല അറിവുകളുമായിട്ട് വേണം നമ്മൾ മുന്നോട്ട് വരാൻ. പലതരത്തിലും പല ക്യാപ്ഷനും ഇട്ടിട്ട് അതിനുള്ളിൽ അതൊന്നും ഇല്ലാണ്ടിരിക്കരുത്. നല്ല ക്യാപ്ഷനൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സമൂഹത്തിന് നല്ല അറിവുകൾ തന്നെ പകർന്നു കൊടുക്കാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിയണം. ഒരു മുറ്റമടിച്ച് കാണിക്കുന്ന ഒരു വീഡിയോ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു ചോറ് വെക്കുന്ന ഒരു വീഡിയോ കാണിച്ചാൽ പോലും ചിലപ്പോൾ ഒരു പക്ഷെ അതറിയാത്ത ചെറിയ കുട്ടികൾ ഇങ്ങനെ മുന്നോട്ട് വരുന്നവർക്ക് അതൊരു പ്രയോജനം തന്നെയാണ്. നമ്മളിലുള്ള കഴിവുകൾ, നമ്മൾ ചെറിയൊരു കഴിവായാലും അതിനെ വലുതാക്കി തന്നെ നമ്മൾ കാണണം. ആ കഴിവുകളെ നമ്മൾ എന്ത് ചെയ്യണം, ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്കിപ്പോൾ ഇനിയിപ്പോൾ നമ്മളൊരു വീഡിയോയൊക്കെ എന്താ പറയുക യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. ഇത് ആദ്യം വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടിയിട്ടല്ല, കണ്ടവർക്ക് വേണ്ടിയിട്ടാണ്. കണ്ടവരൊക്കെ ശരിയാണല്ലേ, Google ID ഓപ്പൺ ചെയ്തു, യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തു, റീൽസുകളൊക്കെ ഇട്ട് തുടങ്ങി ഒരു 1, 2, 3 ദിവസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് 100 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയില്ലേ? തീർച്ചയായിട്ടും ആയിട്ടുള്ളവരുണ്ട് കേട്ടോ, എന്നെ അറിയിച്ചിട്ടുള്ളവരുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ തുടങ്ങി, ഞങ്ങൾക്ക് ഇത്രയായി എന്ന് അറിയിച്ചവരുണ്ട്. നിങ്ങൾക്ക് കൺഗ്രാറ്റ്സ്. നിങ്ങൾ അങ്ങനെ ആയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഇനിയും നിങ്ങൾ അതുപോലെ തന്നെ പരിശ്രമിക്കുക. റീൽസുകൾ ഇട്ടുകൊണ്ടേയിരിക്കുക. 3 മിനിറ്റിനകത്തുള്ള റീൽസുകൾ നിങ്ങളിങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് വീണ്ടും സബ്സ്ക്രൈബേഴ്സ് കൂടുക തന്നെ ചെയ്യും. അപ്പം ഇനി പറഞ്ഞു വരുന്നത് 100 സബ്സ്ക്രൈബേഴ്സ് ആയി അല്ലേ? നമ്മൾ 100 സബ്സ്ക്രൈബർ ആകുന്ന വരെയുള്ള വീഡിയോസാണ് ഞാൻ പറഞ്ഞിരുന്നത്. 100 സബ്സ്ക്രൈബേഴ്സ് അവിടെ ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എത്ര രൂപ കിട്ടുമെന്നാണെങ്കിൽ 100 സബ്സ്ക്രൈബേഴ്സിന് എന്തായാലും യൂട്യൂബ് ക്യാഷ് പറഞ്ഞിട്ടില്ല കേട്ടോ. 100 സബ്സ്ക്രൈബേഴ്സ് ആയാൽ നിങ്ങൾക്ക് എന്താണ് അവിടെ ഓപ്പൺ ആകുന്നത്? നിങ്ങൾക്കൊരു ലൈവ് ഓപ്പൺ ചെയ്യാം, ഓപ്ഷൻ ഉണ്ട്. ലൈവ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ലൈവിലൂടെയും സബ്സ്ക്രൈബേഴ്സിനെയും നിങ്ങളുടെ സപ്പോർട്ടേഴ്സിനെയും കൂട്ടാൻ കഴിയും. നിങ്ങളൊരു ലൈവ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിലൂടെ എന്ത് ചെയ്യും, സപ്പോർട്ടേഴ്സ് കിട്ടും, സബ്സ്ക്രൈബേഴ്സ് കിട്ടും കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
നിങ്ങളുടെ ചാനലിൻ്റെ പുരോഗമനത്തിനായിട്ട് ലൈവ് ഓപ്പൺ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ലൈവ് ഓപ്പൺ ആവണമെങ്കിൽ നമ്മുടെ റീൽസ് ഒക്കെ ആപ്റ്റ് ആയിരിക്കണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചാനൽ തുടങ്ങിയ സമയം മുതൽ തന്നെ റീൽസുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കണം. എത്രത്തോളം റീൽസുകൾ ഇടുന്നു നിങ്ങളുടെ ചാനലിന് ഒരു ടൈമിംഗ് ഒക്കെ വെക്കണം കേട്ടോ. ഇത്ര ടൈമിൽ ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ളൊരു ടൈമിംഗ് ഒക്കെ നിങ്ങൾ സൂക്ഷിക്കണം. രാവിലെ ഇപ്പം നമ്മുടെ വീട്ടിൽ അടുക്കളപ്പണിയുടെ ഇടയ്ക്കാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട അടുക്കളപ്പണികളൊക്കെ ചെയ്തിട്ട് സമാധാനത്തിൽ വന്നിട്ട് നിങ്ങൾ റീൽസ് അങ്ങ് ചെയ്യും. എപ്പോഴാണോ നിങ്ങൾ ഫ്രീ ആണ് ആ ടൈം നിങ്ങൾ എന്നും ഫ്രീ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതൊക്കെ നമ്മൾ ചെയ്യുന്ന ഓരോ ജോലിയിലും നമുക്കൊരു ടൈമിംഗ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു യൂട്യൂബ് അതൊക്കെ പറയുന്നുണ്ട്, ടൈമിംഗ് ആണ്. കാരണം നിങ്ങളുടെ പ്രേക്ഷകർ ചിലപ്പോൾ നിൽക്കുന്നത് രാവിലെ ആയിരിക്കാം, ഉച്ചയ്ക്കായിരിക്കാം, വൈകിട്ടായിരിക്കാം. അപ്പോൾ ആ ടൈമിൽ നിങ്ങളുടെ ടൈമിംഗ് എപ്പോഴാണോ നിങ്ങൾക്ക് പ്രേക്ഷകരെ നോക്കി കണ്ട് മനസ്സിലാക്കി നിങ്ങൾ ആ ടൈമിൽ തന്നെ വീഡിയോസുകൾ ചെയ്യാൻ ഒരു ടൈം നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ വെച്ച് ആ ടൈമിൽ തന്നെ നിങ്ങൾ വീഡിയോസുകൾ ചെയ്യാൻ ശ്രമിക്കണം. അപ്പം നിങ്ങളുടെ ചാനൽ എന്തായാലും തീർച്ചയായിട്ടും വിജയത്തിലേക്ക് തന്നെ വരും. ഇപ്പം 100 സബ്സ്ക്രൈബേഴ്സിലെങ്കിൽ നമുക്ക് എന്താണ് ഒന്നും യൂട്യൂബ് തരില്ല. അതിൽ നമുക്ക് 100 സബ്സ്ക്രൈബർ ആയാൽ കിട്ടുന്ന ഏക ഒരു പ്രയോജനം എന്താണെന്നോ അതാണ് നമുക്ക് ലൈവ് ഓപ്പണായി കിട്ടുന്നത്. ആ ഒരു ഓപ്ഷൻ 100 അല്ല, ഇപ്പം 50 ഉണ്ട് കേട്ടോ. ഞാനൊക്കെ ചെയ്യുന്ന സമയത്ത് 100 ആയിരുന്നു, 50 കിട്ടുന്നവരും ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾക്ക് 2 ഓപ്ഷനായി. നിങ്ങളുടെ ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് സപ്പോർട്ടേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് 2 ഓപ്ഷൻ. റീൽസ് കണ്ടിന്യൂ ആയിട്ട് കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾ ഇടാൻ ശ്രമിക്കുക എന്നുള്ളതും, രണ്ടാമത്തെ കാര്യം ലൈവ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതും. അപ്പം നിങ്ങൾ ലൈവ് ഓപ്പൺ ചെയ്യാൻ നിങ്ങൾ തയ്യാറല്ലേ? തീർച്ചയായിട്ടും നിങ്ങൾ ലൈവ് ഓപ്പൺ ചെയ്തോളൂ. സപ്പോർട്ടേഴ്സ്, നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുക മറ്റുള്ളവർക്ക്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും. ഓക്കെ, പരിശ്രമിക്കുക. പരിശ്രമം വിജയത്തിലേക്ക് തന്നെ കൊണ്ടുപോകും. നിരാശപ്പെടരുത്. ഒരു ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്നത്തെ വ്യൂവേഴ്സിനെ നാളെ ചിലപ്പോൾ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഡൗൺ ആവാൻ പാടില്ല. വാശിയോടെ തന്നെ മുന്നോട്ട് തന്നെ പോകണം. നമ്മൾ വാശിയോടെ തന്നെ നമ്മൾ ഡൗൺ ആവാൻ പാടില്ല. ഇന്ന് നമുക്ക് ഇത് കുറഞ്ഞു പോയി, നമ്മൾ ഡൗൺ ആവാൻ പാടില്ല. നമ്മൾ വാശിയോടെ തന്നെ മുന്നോട്ട് പോയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ കണ്ടിന്യൂ ആയിട്ട് വീണ്ടും 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 ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിജയം ഉണ്ടാവും. അപ്പം 100 സബ്സ്ക്രൈബേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് അവിടെ കിട്ടുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? 100 സബ്സ്ക്രൈബേഴ്സ് കിട്ടിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് ഒരു ലൈവിനുള്ളൊരു ഓപ്ഷൻ ആക്റ്റീവ് ആവുകയാണ്, ഏബിൾ ആവുകയാണ്. ഓക്കെ, അപ്പം നിങ്ങളിനി ലൈവുകൾ ഇട്ട് തുടങ്ങുക. 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈവ് ഇട്ടു. നിങ്ങൾ ഫ്രീ ടൈം കണ്ടെത്തിക്കോളൂ. 1 മണിക്കൂറെങ്കിലും 1 മണിക്കൂർ, ആ 1 മണിക്കൂർ നിങ്ങളെ ശ്രമിക്കാൻ വരുന്ന ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും കേട്ടോ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ റെഡിയല്ലേ? ഇൻഷാ അല്ലാ നിങ്ങൾ ചാനൽ തുടങ്ങിക്കഴിഞ്ഞു, വീഡിയോസുകൾ ഇട്ട് തുടങ്ങിക്കഴിഞ്ഞു, 100 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ ഇനിയിപ്പോൾ ലൈവ് ഇടുകയല്ലേ ഇനി, അല്ലേ? അപ്പോൾ ഇതുവരെ നിങ്ങൾ മുന്നുള്ള വീഡിയോകൾ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോസ് കാണുക. കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെടുത്തുക. അപ്പം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും ഇൻഷാ അല്ലാ. ഇതൊരു എല്ലാവരിലേക്കും പ്രയോജനപ്പെടുന്ന തരത്തിലൊരു വീഡിയോ ആകട്ടെ. എല്ലാവരും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് എത്തിക്കുക. അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുമിച്ച് വിജയിക്കാൻ പറ്റും. അപ്പോൾ എല്ലാ യൂട്യൂബേഴ്സിനും എൻ്റെ ഹൃദയത്തിൽ നിന്നുമുള്ള ഒരു വിജയം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും ആരും മറക്കരുത്. ഷെയർ ചെയ്ത് കൊടുക്കൂ എല്ലാവരിലേക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരും വരെ നിങ്ങളുടെ കുറുമ്പീസ് ജാസ്ല നവാസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.